Hi friends, welcome to Entry Teaching YouTube channel. KTET Category 3 Natural Science. എക്സാം എഴുതാൻ പോകുന്ന ഒരുപാട് പേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുന്നേ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം BSc ബോട്ടണി അതേപോലെ തന്നെ സുവോളജി ഈ രണ്ട് സബ്ജക്റ്റും പഠിച്ചവർക്കും KTET കാറ്റഗറി 3 നാച്ചുറൽ സയൻസ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും അല്ലേ? എങ്ങനെ പഠിച്ചു തുടങ്ങണം, എവിടെയാണ് പഠിച്ചു തുടങ്ങേണ്ടത്, ഏതൊക്കെ ടെക്സ്റ്റ് റെഫർ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. ഇനി അടുത്ത എക്സാം നമുക്ക് മെയ്യോട് കൂടി തന്നെ എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി എക്സാം ആവട്ടെ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് കരുതി ആരും വെയിറ്റ് ചെയ്യേണ്ട, ഇപ്പോൾ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. എൻട്രിയിൽ KTET യോധ 1.0 ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന്. ബാക്കിയുള്ള കോഴ്സിനെ പോലെ തന്നെയാണ് നമ്മുടെ നാച്ചുറൽ സയൻസിൻ്റെയും കോഴ്സ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് സിലബസ് ഡിസ്കഷനാണ്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും നാച്ചുറൽ സയൻസിൻ്റെ സിലബസ് കണ്ടു കാണും അല്ലേ? അപ്പോൾ സിലബസ് ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കാം, എന്നിട്ട് നമ്മുടെ പഠനം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ബോട്ടണിയും അതേപോലെ തന്നെ സുവോളജിയും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഡിഗ്രിക്ക് നമ്മൾ രണ്ട് സബ്ജക്റ്റും പഠിക്കുന്നതാണ് എങ്കിൽ തന്നെയും നമ്മുടെ ഒരു മെയിൻ എന്താ പറയുക സ്ട്രോങ് ഏരിയ ഉണ്ടായിരിക്കും എപ്പോഴും. അതായത് ഇപ്പോൾ ബോട്ടണി പഠിച്ചവരാണെങ്കിൽ ബോട്ടണി ആയിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ കുറച്ചും കൂടിയും കംഫർട്ടബിൾ ആ ഒരു സബ്ജക്റ്റിനോടായിരിക്കും. സുവോളജിക്കാർക്കും അതേപോലെ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ 50 മാർക്കിനാണ് നമ്മുടെ സബ്ജക്റ്റ് പഠിക്കാനായിട്ടുള്ളത്. ഈ 50 മാർക്കിൽ 25 മാർക്ക് ബോട്ടണിക്കും അതേപോലെ തന്നെ 25 മാർക്ക് നമുക്ക് സുവോളജിക്കായിരിക്കാണ് വന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സബ്ജക്റ്റ് ഏറ്റവും ആദ്യം പഠിച്ചു തീർക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് ജനറൽ ടോപ്പിക്സ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സിലബസിലുള്ളതാണ്. എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് പഠിക്കാനുണ്ട്, അതേപോലെ ബയോടെക്നോളജി, അതേപോലെ തന്നെ നമുക്ക് കുറച്ച് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കുക, പ്ലസ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ കൂടെ. അത് ബോട്ടണിക്കാരാണെങ്കിൽ ബോട്ടണി പ്ലസ് ജനറൽ സബ്ജക്റ്റ് പഠിക്കാം, അതേപോലെ സുവോളജിക്കാരാണെങ്കിൽ സുവോളജി പ്ലസ് നമ്മുടെ ജനറൽ സബ്ജക്റ്റ് പഠിക്കാം. അങ്ങനെ 50 മാർക്കിൽ ഏകദേശം നമുക്കൊരു 35 മാർക്കിന് മുകളിലായിട്ട് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് നമ്മുടെ 50 മാർക്ക് സബ്ജക്റ്റിൻ്റെ. പ്ലസ് ഈ സബ്ജക്റ്റിൽ തന്നെ നമുക്ക് 30 മാർക്കിൻ്റെ എന്തുകൂടി വരുന്നുണ്ട്, പെഡഗോഗി കൂടി വരുന്നുണ്ട്. ഈ പെഡഗോഗി നമുക്ക് സൈക്കോളജി പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആ ഒരു ഭാഗത്ത് നിന്ന് കിട്ടും. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് നമുക്കത് പഠിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ 50 + 30 80 മാർക്കാണ് നമ്മുടെ സബ്ജക്റ്റ് മാത്രം പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ദെൻ നമുക്ക് 40 മാർക്കിൻ്റെ സൈക്കോളജി പ്ലസ് 30 മാർക്കിൻ്റെ ലാംഗ്വേജ്. അതിൽ ഇംഗ്ലീഷ് ഓർ മലയാളം നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇപ്പോഴേ പ്ലാൻഡ് ആയിരിക്കണം കേട്ടോ. അതായത് ആ സമയത്ത് ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ എന്നൊന്നും നോക്കി ധൃതി പിടിച്ച് നടക്കാതെ ഇപ്പോൾ തന്നെ നിങ്ങളത് പ്ലാൻ ചെയ്യുക. എനിക്ക് ഏത് ലാംഗ്വേജ് ആണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നേരത്തെ നിങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് കൂടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും മാർക്കിൻ്റെ ആണ് നമ്മുടെ എക്സാം നടക്കുന്നത്. അത് ആദ്യം എപ്പോഴും മനസ്സിലേക്ക് വരണം. സിലബസ് നിങ്ങൾക്ക് ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറയുന്ന മൊഡ്യൂൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമുക്ക് സുവോളജി പഠിക്കാനായിട്ടുണ്ടെന്ന്. സോ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് +1 +2 ടെക്സ്റ്റ് ബുക്കുകളാണ്. അത് വായിച്ച് ഒരു ബേസ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഡിഗ്രി ലെവൽ ഭാഗങ്ങളിലേക്ക് നിങ്ങൾ പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ കോഴ്സിൻ്റെ ഫസ്റ്റ് ഫീച്ചർ ആയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ സിലബസ് ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം PYQ അനാലിസിസ് ആണ്. ഇപ്പോൾ നാച്ചുറൽ സയൻസിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വർഷത്തിൽ 2 പ്രാവശ്യമായിട്ടാണ് നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് PYQs മാത്രം പഠിച്ചൊരിക്കലും എക്സാം എഴുതാൻ സാധിക്കില്ല. കാരണം ഓരോ ഭാഗത്തു നിന്നും ഓരോ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓരോ പ്രാവശ്യം എക്സാമിന് വരുന്നത്. പക്ഷേ PYQ നമ്മൾ നോക്കുന്നത് നമുക്ക് ഗുണം ചെയ്യും. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, അതിൻ്റെ ആ ഒരു പാറ്റേൺ എങ്ങനെയൊക്കെയാണ് മാറുന്നതെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് PYQ അനാലിസിസ് നമുക്ക് സാധിക്കുന്നതാണ്. ഒരുപാട് നാളുകളായിട്ട് അത്രയും ടഫായിട്ട് തന്നെയാണ് നാച്ചുറൽ സയൻസ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും സീരിയസ് ആയിട്ട് വേണം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട്. ദെൻ യൂസേഴ്സ് ലെവൽ ചെക്കിംഗ് എക്സാംസ്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ ആ ഒരു ലെവൽ എന്താണ്, നമുക്ക് കണ്ടൻറ്റ് അത്യാവശ്യം ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ വീക്കാണോ എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു റൗണ്ട് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു അവബോധം കിട്ടും അല്ലേ? എവിടെയാണ് നമ്മളിനി തുടങ്ങണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ദെൻ നമുക്ക് 3 phases ക്ലാസ്സസ് ആയിട്ടാണ് നമ്മുടെ കോഴ്സ് മുന്നോട്ട് പോകുന്നത്. ഓരോ ഫേസിലും 20 ദിവസമായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ തന്നെ ഓരോ ഫേസിലും ഓരോ മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും. നമ്മൾ എഴുതുന്ന പോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റും സൈക്കോളജിയും ലാംഗ്വേജും ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മോഡൽ എക്സാംസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ദെൻ സൂപ്പർ ഹോളിഡേയ്സ്, ഈ സൂപ്പർ ഹോളിഡേയ്സ് എന്ന് പറയുന്നത് വീക്ക്ലി റിവിഷൻ ക്ലാസ്സും അതേപോലെ തന്നെ എക്സാംസും ആയിരിക്കും. നിങ്ങൾക്ക് ടൈം ടേബിൾ പ്രകാരം ഓരോ ആഴ്ചയും എന്താണ് പഠിക്കേണ്ടത് നമുക്ക് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള റിവിഷൻ ക്ലാസ് ഉണ്ടായിരിക്കും. ദെൻ എക്സാംസും ഓൾറെഡി കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ദെൻ ഷുവർ ടോപ്പിക് അനാലിസിസ് ക്ലാസ്സസ്, നമ്മൾ പറഞ്ഞു PYQ അനാലിസ് ചെയ്യുന്ന സമയത്ത് ചില ഏരിയാസിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ എക്സാംസിനും കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഷുവർ ടോപ്പിക് അനാലിസിസ് ക്ലാസ് ഉണ്ടായിരിക്കും. പിന്നെ നെക്സ്റ്റ് മോട്ടിവേഷൻ ക്ലാസ്സസ്, നമ്മൾ എപ്പോഴാണോ ഡിമോട്ടിവേറ്റ് ആയി പോകുന്നത് അല്ലെങ്കിൽ കുറേ പഠിച്ചു കഴിയുമ്പോൾ ഇനി പഠിച്ചിട്ട് കാര്യമില്ല, ഇത്രയും ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ നമുക്ക് ആ ഒരു മോട്ടിവേഷൻ കുറഞ്ഞു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് കുറഞ്ഞു പോകുന്ന സമയത്ത് നിങ്ങളൊന്നുകൂടി ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ എക്സാം അനാലിസിസ്, നമ്മൾ പറഞ്ഞു നമുക്ക് റിവിഷൻ എക്സാംസ് ഉണ്ട്, മോഡൽ എക്സാംസ് ഉണ്ടൊക്കെ പറഞ്ഞു. വെറുതെ കുറേ എക്സാം എഴുതിയിട്ടും കാര്യമില്ല. ആ എക്സാം അനാലിസിസ് ചെയ്ത് നിങ്ങൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത്, ഇനിയും എത്രത്തോളം നിങ്ങൾ മേക്കപ്പ് ചെയ്തെടുക്കാനായിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് എക്സാം അനാലിസിസ് ഉണ്ട്. ദെൻ ഡൗട്ട് ക്ലിയറിങ് ലൈവ് ക്ലാസ്സസ് അല്ലേ, ഒരുപാട് കാര്യങ്ങൾ റെക്കോർഡ് ക്ലാസ്സിലൂടെ പഠിച്ചു പോയാൽ മാത്രം പോരാ, എന്തുകൂടി വേണം, നമുക്കുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യണം. അതേപോലെ നമ്മുടെ ടീച്ചറായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മെൻറ്ററായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം. അതിനുള്ള ചാൻസസും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഏറ്റവും മെയിനായിട്ട് നമ്മൾ നൽകുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ എക്സാം വരെയും അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് കരുതി ഇനിയും വെയിറ്റ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് പഠനം സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു വാസ്റ്റ് സിലബസ് ആണ്. ഈ ടോപ്പിക്സ് അല്ലെങ്കിൽ നോട്ട്സൊക്കെ കളക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേപോലെ PYQസിൻ്റെ ആ ഒരു കളക്ഷൻ എന്ന് പറയുന്നതും നിങ്ങളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് നിങ്ങളുടെ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ആക്കാതെ ഏറ്റവും നല്ല ക്വാളിറ്റി ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് എൻട്രിയിലെ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ചായുള്ള യോധ 1.0 ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്